നമുക്ക് തള്ളും മുമ്പേ ചില കാര്യങ്ങൾ പഠിച്ചിട്ട് തള്ളാം. തള്ളുന്നതിന് കുഴപ്പമില്ല. കേരളം ലോകത്തിന് ഒന്നാമതാണ്. ഫെർട്ടിലിറ്റി റേറ്റിൽ നമ്മൾ നമ്മളിങ്ങനെയാണ്. പിന്നെ മോർട്ടാലിറ്റി റേറ്റിൽ ഇങ്ങനെയാണ്. ശിശുമരണ നിരക്കിൽ നമ്മൾ കുറവാണ്. മാതൃമരണ നിരക്കിൽ നമ്മൾ കുറവാണ്. ഗർഭിണികളുടെ മരണനിരക്കിൽ കുറവാണ്. സീനിയർ സിറ്റിസൻ്റെ ആയുസ് കൂട്ടുന്നതിൽ നമ്മൾ മുന്നിലാണ്. ഇങ്ങനെ ഒരുപാട് തള്ളിമറിക്കുമ്പോൾ ഈ തള്ളിമറിക്കലിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മുടെ ഇവിടുത്തെ ചില സഹാക്കൾ എടുത്തുകൊണ്ട് പോകും. ഇരുന്ന് ചാനലിലൊക്കെ പറയും, കണ്ടില്ലേ ഞങ്ങൾ ഇരിക്കുന്നത് കൊണ്ട്, കഴിഞ്ഞ 5 വർഷമായി വീണ ജോർജ് ഇരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ശൈലജ ടീച്ചർ ഇരുന്നത് കൊണ്ട്, ശ്രീമതി ടീച്ചർ ഇരുന്നത് കൊണ്ട് ഇതാ കേരളം ഒന്നിൽ. ഒന്നുമല്ലെന്നേ. 1871-72 കാലം, 200 വർഷം മുമ്പാണ് കേട്ടോ, 150 വർഷം മുമ്പാണ് ആദ്യത്തെ സെൻസസ് എടുത്തു. അന്ന് തിരുവനന്തപുരവും കൊച്ചിയും മലബാറുമാണ് ഉള്ളത്. അന്ന് മുതൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും ആരോഗ്യരംഗത്തെക്കുറിച്ചും വലിയ സൂചനകൾ അതിലുണ്ട്, സെൻസസിലുണ്ട്. 1921 സെൻസസ് റിപ്പോർട്ടിൽ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സംഭാവനകളെക്കുറിച്ചുണ്ട്. വാക്പടാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും അയ്യാഗുരുവും വൈകുണ്ഠസ്വാമിയും ചട്ടമ്പി സ്വാമികളും അങ്ങനെ തുടങ്ങി അന്ന് ജീവിച്ചിരുന്ന മഹാരഥന്മാരായിട്ടുള്ള എല്ലാവരും കൂടെ ഉണ്ടാക്കി വെച്ചതാണ് കേരളത്തിലെ വിദ്യാഭ്യാസവും ആരോഗ്യരംഗത്തെ ഇടപെടലുകളും. 1921 സെൻസസ് റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ വൈദ്യ മേഖലകളിലുള്ള സംഭാവനകളൊക്കെ ഉണ്ട്. ആയുർവേദം വളരെ വലിയ തോതിലാണ് കേരളത്തിൽ വികസിച്ചിരുന്നത്. അലോപ്പതിയേക്കാൾ ആയുർവേദ വൈദ്യന്മാരുടെ പരമ്പര തന്നെയായിരുന്നു കേരളം. നാട്ടു ചികിത്സ, ആയുർവേദ ചികിത്സകൾ അങ്ങനെ ഉണ്ടായിരുന്നു. 1969 ഈ വർഷങ്ങൾ കേട്ടോണം, ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ കേരളത്തിലെ സാമൂഹ്യ പുരോഗതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. 1969 പറഞ്ഞിരുന്നു. 1813 വസൂരി വ്യാപിച്ചപ്പോഴാണ് റെസിഡന്റ് എഡിറ്ററും ദിവാനുമായിരുന്ന മൺട്രോ സാഹിബിനെ കൊണ്ട് റാണി ഗൗരി ലക്ഷ്മി ഭായി വാക്സിനേഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവിടെ വാക്സിനേഷൻ തുടങ്ങുന്നത്. 1813 ഈ വർഷങ്ങളോട് ഓർത്തിരിക്കണം കേട്ടോ. 1819 ആകുമ്പോൾ ഡോക്ടർ പ്രവാനെ കൊട്ടാരം വൈദ്യനായി, അതായത് ദർബാർ ഫിസിഷ്യനായി പോസ്റ്റ് ചെയ്യുന്നു. അന്ന് പട്ടാള ക്യാമ്പുണ്ട്, അത് നായർ പട്ടാള ക്യാമ്പാണ്. അങ്ങനെ ഒരു കഥയുണ്ട്. അന്ന് നായന്മാർക്ക് പട്ടാള ക്യാമ്പ്, നായർ പട്ടാള ക്യാമ്പുണ്ട്. അവരുടെ പട്ടാള ക്യാമ്പായിരുന്ന പാളയത്തും ഈസ്റ്റ് ഫോർട്ടിൽ, അതായത് ഇപ്പോഴത്തെ ഫോർട്ടിനകത്തിരിക്കുന്ന ആശുപത്രി, ഈ 2 സ്ഥലത്തും ആശുപത്രി തുടങ്ങി. എന്ന് 1819 1820 കാലഘട്ടത്തിൽ. 1837 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് തക്കാട് ആശുപത്രി തുടങ്ങി. 1905 ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആദ്യത്തെ നമ്മുടെ എന്താണ് ഡോക്ടർ, തക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡോക്ടർ. ഇനി ഒരു കഥയുണ്ട്. ഈ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിനെ യൂണിവേഴ്സിറ്റി കോളേജിൽ സയൻസ് പഠിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ കയറ്റിയില്ല. സയൻസ് പഠിക്കാൻ പെൺകുട്ടികൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ അവർ ലണ്ടനിൽ പോയി പഠിച്ചുകൊണ്ടാണ് വന്ന് ഈ ഡോക്ടറായത്. അത് വേറെ കഥ, അത് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. എന്തായാലും 1905 അങ്ങനെ വന്നു. 1870 മെൻ്റൽ ഹോസ്പിറ്റൽ തുടങ്ങി തിരുവനന്തപുരത്ത് പേരൂർക്കട. 1900 മുതൽ വനിതാ ഡോക്ടർമാരോട് വന്നു തുടങ്ങി. 1938 നെയ്യൂറിൽ മിഷൻ ആശുപത്രി തുടങ്ങി. 1951 മെഡിക്കൽ കോളേജ് തുടങ്ങി. അത് 50 ജനുവരി 26 തുടങ്ങി. പിന്നെ 51 ആകുമ്പോൾ അത് വളരെ വിപുലമായി പോയി. 1957 കോഴിക്കോട് മെഡിക്കൽ കോളേജ് തുടങ്ങിയത് EMS ആണ്. നമുക്കെല്ലാം പറയണമല്ലോ. അതുപോലെ 61 പട്ടംതാണുള്ള തിരുമല ദേവസ്വത്തിൻ്റെ സഹായത്താൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് തുടങ്ങി. 1982 കരുണാകരനാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. 1993 മാർച്ചിൽ പരിയാരം സഹകരണ ഹോസ്പിറ്റൽ തുടങ്ങി. 99 നയനാർ കളമശ്ശേരി സഹകരണ ഹോസ്പിറ്റൽ തുടങ്ങി. ഇങ്ങനെ പിന്നെ അതുപോലെ 2011 ആയപ്പോൾ ഉമ്മൻചാണ്ടി ഒരു കാര്യം പറഞ്ഞു. കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമെന്ന്. ഇതുവരെ തുടങ്ങാൻ സമ്മതിച്ചിട്ടില്ല. 11 ശേഷം എത്ര ഗവൺമെൻറ് വന്നു? 14 വർഷം കഴിഞ്ഞില്ലേ? ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിനെ ടോർപ്പിഡ് ചെയ്തു. ഇനി വ്യാപകമായി കേരളത്തിൽ ഇത് വന്നതിൻ്റെ വേറൊരു ചരിത്രവും കൂടെ പറയണം. 2005 മുതൽ NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വന്നു. പിന്നെ അത് NHM ആയി, നാഷണൽ ഹെൽത്ത് മിഷനായി അർബൻ മേഖലയിലും വന്നു. 26,125ഓളം പിന്നെ ആശാ വർക്കേഴ്സ് ഉണ്ട്. 1000 പേർക്ക് ഒരു ആശ എന്നുള്ള നിലയിൽ ആശ അക്രഡിറ്റഡ് ഹെൽത്ത് ഹെൽത്ത് സർവീസ് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആശാ വർക്കേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയെടുത്തതാണ് ഈ കേരളം. അതുപോലെ തന്നെ 1 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. അത് ഇവിടെ തുടങ്ങിയിട്ടുള്ളൊരു സംവിധാനം. 68% സ്വകാര്യ മേഖലയുടെ സംഭാവനയാണ്. മലയാളി ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് ആശുപത്രിയിലും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും പിന്നെ കുറച്ച് ബേക്കറി പോയി കേക്ക് വാങ്ങിച്ച് കഴിക്കാനുമാണ് മലയാളി ഏറ്റവും കൂടുതൽ പൈസ. പിന്നെ ചിക്കൻ ബിരിയാണി ഇങ്ങനെയൊക്കെ ഉണ്ട്. കുഴിമന്തിക്കൊക്കെയാണ് പൈസ മുടക്കുന്നത്. പിന്നെ വസ്ത്രം എടുക്കുക, ആഡംബര കാര്യങ്ങൾക്കാണ്. അപ്പോൾ മലയാളിയുടെ
ഗൾഫിൽ നിന്ന് വന്ന പൈസയും റബ്ബർ വിറ്റുണ്ടാക്കിയ പൈസയും 68% സ്വകാര്യ മേഖലയും 1800 ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 1871 മുതൽ തുടങ്ങിയ മഹാരഥന്മാരുടെ ചരിത്രപരമായ പ്രവർത്തനങ്ങളെല്ലാം കൂടി നേടിയ ഈ ആരോഗ്യ സൂചികയൊന്നും നമ്മൾ കുറച്ച് ചേട്ടന്മാർ എടുത്തുകൊണ്ടുപോയി ഞങ്ങളിതാ കേരളത്തെ ഒന്നാക്കിയിരിക്കുന്നു എന്ന് പറയരുതെന്ന് മാത്രമല്ല, ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ തിരുവനന്തപുരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ, തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം എടുത്താൽ മഹാരാജാവ് തുടങ്ങിയിട്ട് ഉള്ളതല്ലാതെ 1, 2, 3 സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ തുടങ്ങിയിട്ടുള്ളത് മഹാരാജാവിൻ്റെ കാലത്താണ്. അതുകൊണ്ട് വികസനത്തിൻ്റെ മേനി പറഞ്ഞ്, ആരോഗ്യ സൂചികയുടെ മേനി പറഞ്ഞ് എൻ്റെ പൊന്നുമക്കളെ, സഹാക്കളെ നമുക്ക് അഹങ്കരിക്കാതിരിക്കാം. വേണമെങ്കിൽ പുതിയത് വല്ലതും തുടങ്ങിയിട്ട് നമുക്ക് തള്ളാം.